ക്യാബ് കാത്ത് റോഡരികിൽ നിന്ന യുവതിയോട് അശ്ലീലം. കൂടെ വന്നാൽ പറയുന്ന കാശ് തരാമെന്ന് യുവാവ്. എല്ലാം റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ആ പെൺകുട്ടി. ആളെ കൈയോടെ പൊക്കി പോലീസ്. ബംഗളൂരുവിലെ രാമമൂർത്തി നഗറിലാണ്. അവിടെ റോഡരികിൽ ക്യാബിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ആ പെൺകുട്ടി. രാത്രിയിൽ, അതായത് അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ അസമയത്ത്, റോഡരികിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന യുവതിയുടെ അടുത്തേക്ക് ഇയാൾ സ്കൂട്ടറിലെത്തുകയാണ്. എന്നിട്ടാണ് പ്രതിയുടെ ഈ അപമര്യാദമായിട്ടുള്ള പെരുമാറ്റവും സംസാരവും. പൈസ തരാം, എൻ്റെ കൂടെ പോ, നീ ആവശ്യപ്പെടുന്ന പൈസ ഞാൻ തരാം എന്നുള്ളതൊക്കെയായിരുന്നു ഈ പ്രതിയുടെ ഭാഷ്യം. വളരെ കൃത്യമായി തന്നെ ആ യുവതി അയാൾക്ക് മറുപടി നൽകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകും. ഞാനെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പോലീസിന് ഇത് നൽകും എന്ന് അവൾ പറയുന്നതും അയാളുടെ ധൈര്യവും പോയി, അയാളുടെ ആഗ്രഹവും തീർന്നു. സ്കൂട്ടർ എടുത്ത് അപ്പോൾ തന്നെ സ്ഥലം വിട്ടു പ്രതി. നമുക്ക് ആ ദൃശ്യം കാണാം. Yeah? For what? Where? Huh? Oh yeah. Should I give the police complaint? Why you asking me? I'm recording. I'm recording. I'm gonna post it. 1,000. Yeah? For what? Where? Huh? Oh yeah. Should I give the police complaint? Why asking me? I'm recording. I'm recording. I'm gonna post it. ഇന്നലെ രാത്രിയോടെയാണ് ഈ യുവതി തനിക്കുണ്ടായ ദുരനുഭവം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്, ഈ വീഡിയോ സഹിതം. അങ്ങനെയാണ് സംഭവം പുറം ലോകം അറിയുന്നതും. ഒരു സ്കൂട്ടർ യാത്രക്കാരൻ തന്റെ അരികിലേക്ക് എത്തുകയും അപമര്യാദയായ രീതിയിൽ സംസാരിക്കുകയും ലൈംഗിക ചുവയോടുകൂടി പണം വാഗ്ദാനം ചെയ്തുവെന്നും ആ യുവതി പിന്നീട് പോലീസ് നൽകിയ പരാതിയിലുമുണ്ട്. ഒരാൾ അറസ്റ്റ് ചെയ്തതായി ജോയിന്റ് കമ്മീഷണർ ഓഫ് പോലീസ് രമേശ് ഭാനോട്ട് അറിയിച്ചിട്ടുണ്ട്. So this happened in Ramamurthy Nagar police station jurisdiction. 27th night after work, the lady was, going back home. So she was waiting for the vehicle, for transportation. So she was, when she was there, one person came on scooty and he thought some sex worker is standing. It behaved in that way. So he, the lady got embarrassed and immediately she reacted. And then that fellow ran away from there. So then immediately she posted that lady because she felt very bad for the kind of behavior she experienced. So with that pain, she posted the issue on social media that we have seen, and we contacted her immediately. And she came yesterday evening and lodged a complaint. Based on complaint, we arrested the person who has done that, and we seized the vehicle also on which he has come. So investigation is going on. Then we are checking all with antecedent also. Previously, he has he was habitual doing these kind of things, or he has done the first time. That is also we are checking it. Thank you. The person is nearby from the NRI layout. When we have arrested him. No, not yet. We have checked it. The criminal background is not there. But these kind of things, anything is there, just be checking. അയാൾക്ക് മറ്റൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നാണ് ആ പോലീസ് കമ്മീഷണർ, ജോയിന്റ് പോലീസ് കമ്മീഷണർ പറയുന്നത്. എന്നാൽ ഈ ബംഗളൂരു നഗരം അസാധ്യമായിട്ടുള്ള വികസന കുതിപ്പ് കൊണ്ട് മുന്നേറുന്ന ആ നഗരത്തിൽ രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് അനുചിതമാണ്, സ്ത്രീകൾക്ക് സൗഹൃദാന്തരീക്ഷമല്ല നൽകുന്നതെന്നുള്ള ഒരുപാട് വിവാദങ്ങൾ, ചർച്ചകൾ വരുന്നതിനിടെയാണ് വീണ്ടും സംഭവങ്ങൾ വരുന്നത്. ആ പെൺകുട്ടി ആ ഇൻസ്റ്റാ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇത്തരം പെരുമാറ്റങ്ങൾ ഒരു സാധാരണമായി കാണുകയോ അത് അവഗണിക്കുകയോ ചെയ്യരുത് എന്നാണ് മറ്റുള്ള പെൺകുട്ടികളോട് അവൾ അഭ്യർത്ഥിക്കുന്നത്. ഒരു വസ്തുവായി കണക്കാക്കി പണം വാഗ്ദാനം ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പെൺകുട്ടി മറ്റുള്ള പെൺകുട്ടികളോട് ആവശ്യപ്പെടുന്നുണ്ട്. വാഹനം ഉൾപ്പെടെയാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ട പോലീസ് ആദ്യം തന്നെ ഒരു FIR ഇട്ടിരുന്നു. പിന്നീടാണ് പെൺകുട്ടി സ്റ്റേഷനിലെത്തി പരാതി നൽകി. എന്താണെങ്കിലും പെൺകുട്ടിയുടെ ധൈര്യം അതാണ് അംഗീകരിക്കേണ്ടതും അനുമോദിക്കേണ്ടതും.
വടകരയിൽ ഒരു അധ്യാപിക കൂടി രാസലഹരി കേസിൽ അറസ്റ്റിൽ. കീർത്തനയും കാവ്യയും നീഷ്മയും ഒരുമിച്ച് ലഹരി ഉപയോഗിക്കുക പതിവ്. പിടിയിലായത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് പോലീസ്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയായ ആവള കൂട്ടോത്ത് സ്വദേശി നീഷ്മയാണ് ഏറ്റവും ഒടുവിൽ പിടിയിലായത്. അങ്ങനെ 3 അധ്യാപികമാരാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലാവുന്നത്. നേരത്തെ പിടിയിലായ അധ്യാപികമാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം. ആ അന്വേഷണത്തിലാണ് നീഷ്മയും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത്. റിമാൻഡിൽ കഴിയുന്ന കീർത്തനയും കാവ്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ് ഇന്ന് പിടിയിലായ നീഷ്മ. ക്ലാസുകൾക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമൊക്കെ 3 പേരും ഒരുമിച്ചാണ് ഈ BRCയിലേക്ക് എത്തിയിരുന്നത്. അന്വേഷണം എന്നിലേക്ക് കൂടി വരുന്നു എന്ന് ഉള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നു നീഷ്മയ്ക്ക്. അങ്ങനെ ദിവസങ്ങളായി ജോലിയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു നീഷ്മ. പക്ഷേ ഒടുവിൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ അവർ കുടുങ്ങുകയും പിടിയിലാവുകയും ചെയ്തു. കഴിഞ്ഞ ജൂൺ മാസം അവസാനം റിപ്പോർട്ട് ചെയ്ത MDMA കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. അതും ഒരു അധ്യാപിക തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ ഒരു ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ ഇനിയും കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രതി നീഷ്മ എന്ന അധ്യാപികയാണ്. അവരും പേരാമ്പ്ര BRCയുടെ അണ്ടറിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപികയാണ്. ഈ പേരാമ്പ്രയിൽ MDMAയുമായി ഒരു യുവാവ് പിടിയിലായതോടുകൂടിയാണ് ഈ സംഭവങ്ങൾക്കൊക്കെ തുടക്കമാവുന്നത്. ഇയാളിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം കീർത്തന എന്ന അധ്യാപിക അറസ്റ്റിലാവുന്നത്. ഈ കാണുന്നതാണ് കീർത്തന. അധ്യാപിക എന്ന ഒരു വേഷം അത് മറയാക്കി വ്യാപകമായി MDMA വിറ്റഴിച്ച ഇവർ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. ഈ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഇതിനുള്ള ചില തെളിവുകളും പോലീസ് ശേഖരിച്ചു. ഈ കീർത്തനം നൽകിയ, അതായത് ആദ്യം അറസ്റ്റിലായ കീർത്തനം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് അറസ്റ്റിലാവുന്ന കാവ്യയിലേക്ക് അന്വേഷണം നീണ്ടതും അവരെ പിടികൂടുന്നതും. ലഹരി വസ്തുക്കൾ ആവശ്യപ്പെടുന്നവർ പണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഓൺലൈനായി അയക്കും. എന്നിട്ട് അവർ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ചില അംഗങ്ങൾ ലഹരി എത്തിച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു ഇവരുടെ രീതി. 3 പേരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചും ശക്തമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതിൽ യാതൊരു ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ശക്തമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഇല്ല, അത്തരത്തിലുള്ള ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലം പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അത്തരത്തിലുള്ള പരാതികളായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതായി എനിക്ക് അറിയില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരുന്നവരാണ് 3 പേരുമെന്നാണ് അറിയാവുന്നവർ പറയുന്നത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വലിയ മാറ്റങ്ങൾ കണ്ടിരുന്നുവെന്നും ആ സഹപ്രവർത്തകർ പറയുന്നു. വാഹനം ഉൾപ്പെടെ വാങ്ങിയവർ മാത്രമല്ല, ജീവിതം അത് ആഡംബര ജീവിതമാണ് 3 പേരും നയിക്കുന്നത്. സൂംബ പരിശീലകയാണ് കീർത്തന. സർക്കാരിന്റെ ലഹരി വിമുക്ത പരിപാടികളിൽ സജീവമായി പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് രസകരം. പേരാമ്പ്രയിൽ സൂംബ പരിശീലന സ്ഥാപനവും അവർ നടത്തി. ഈ സ്ഥാപനത്തിൽ വലിയ തോതിൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്ന് ആ സ്ഥാപനം നടത്തിയിരുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനം ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ ഉടമ അതിനെ എതിർക്കുകയും അവരോട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു.
ബൈപ്പാസിനോട് ചേർന്ന് കീർത്തനയും കാവ്യയും നടത്തിയിരുന്ന ഒരു ബൺമസ്ക സ്ഥാപനമുണ്ട്. ബൺമസ്ക ഈ സമയത്ത് വലിയ ഹിറ്റാണല്ലോ. അപ്പോൾ ബൺമസ്ക സ്ഥാപനത്തിൽ അർദ്ധരാത്രിയിൽ ബൈക്കിലും കാറിലുമൊക്കെ ഒരുപാട് യുവാക്കൾ വന്നു പോയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോഴാണ് അവർക്ക് അതിൽ കൂടുതൽ സംശയം തോന്നുന്നത്. ചെമ്പർ റോഡിലെ ഒരു ബിൽഡിങ്ങിൽ ഇവർ സൂംബ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു സ്ഥാപനം. ആ സ്ഥാപനം പിന്നീട് അവർ നിർത്തിക്കാനുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിൽ പിന്നെ പ്രാദേശികമായ പരാതികൾ ഉണ്ടാവുകയും പിന്നെ അവർ അവിടെ മദ്യക്കുപ്പികളൊക്കെ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവർ ആ ഒരു പരിപാടി നിർത്തിച്ചു. ബൺമസ്ക അവിടെ ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രെൻഡായ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ രാത്രി സമയത്തൊക്കെ ഒരുപാട് യുവാക്കളൊക്കെ അവിടെ വന്നുകൊണ്ടായിരുന്നു ഈ ബൺമസ്ക വാങ്ങിക്കൊണ്ടത്. ഇപ്പോൾ നമ്മൾ സംശയിക്കുകയാണ് അത് ബൺമസ്ക മാത്രമാണോ വിറ്റതെന്നുള്ളൊരു സംശയം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഈ 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ഇനിയുള്ള നീക്കം. ഈ സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക്, കൂടുതൽ അധ്യാപകർക്ക് പങ്കുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനാണ് തീരുമാനം. കുട്ടികൾക്ക് ഇവർ ലഹരി കൈമാറിയോ എന്നുള്ളതും അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. എന്താണെങ്കിലും പിടികൂടാൻ കഴിഞ്ഞത് വലിയൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. ഈ അധ്യാപികമാർ ആയതിനാൽ ഇവർ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ലഹരി സംഘങ്ങളുടെ ഭാഗമാക്കിയിട്ടുണ്ടോ, അതായത് ലഹരി കച്ചവടത്തിന് കുട്ടികളെ കരിയർമാരായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് സംശയിക്കുന്നു. ആവശ്യക്കാരിൽ നിന്ന് പണം അക്കൗണ്ട് വഴി വാങ്ങി അവർ നൽകുന്ന ലൊക്കേഷനിൽ എത്തിക്കുകയായിരുന്നല്ലോ പതിവ്. കാവ്യയ്ക്കും കീർത്തനയ്ക്കും നീഷ്മയ്ക്കും കമ്മീഷൻ വ്യവസ്ഥയിലാണ് തുക ലഭിച്ചിരുന്നതെന്നാണ് പോലീസ് കരുതുന്നത്. പക്ഷേ അവർ പറയുന്ന കണക്കിനോട് അവർക്ക് യോജിപ്പില്ല. കാരണം 50,000 രൂപയ്ക്ക് 3,000 രൂപ കമ്മീഷൻ എന്നാണ് ആ പിടിയിലായ ശേഷം അവർ പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ ഇത് പോരാ എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടുമില്ല. MDMA ഇടപാടുകാർ ഇവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം സ്വന്തം ആവശ്യത്തിനായി അവർ 3 പേരും ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കൂടുതൽ കണ്ണികളായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യക്തതയാണത്. ബംഗളൂരുവിലെ ഒരു സുഹൃത്ത് വഴിയാണ് ഇവർ ആദ്യമായി ഈ രാസലഹരി ഉപയോഗിക്കുന്നത്. പിന്നീട് ആ ഇഷ്ടം കൂടി വിൽപ്പനക്കാരായി മാറുകയായിരുന്നു. ലഹരി മാഫിയ കണ്ണിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി ആ BRCയിലെ 3ാമത്തെ അധ്യാപികയും പിടിയിലായതോടെ നാട്ടുകാർക്കും ആശങ്കയുണ്ട്. കാരണം സ്പെഷ്യൽ ടീച്ചേഴ്സാണ്, സ്പെഷ്യൽ ട്രെയിനേഴ്സാണ്. അവരെങ്ങനെയാണ് ആ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഉപയോഗിച്ചത് എന്നുള്ള വലിയ ചോദ്യം ബാക്കിയുണ്ട്. ട്വന്റി അവറിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പട്നയിൽ വീടിന് പുറത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചു. ആക്രമണം ഉറങ്ങും മുമ്പ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രതിക്ക് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബീഹാർ തലസ്ഥാനമായ പട്ന, അവിടെ ഖജേഗല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഗൽപുരിയിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. ചോട്ടി ബസാർ പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. അത്താഴത്തിന് ശേഷം വീടിന് പുറത്ത് ഇറങ്ങി ഒന്ന് നടക്കാനെത്തിയതാണ് സൂരജ് കുമാർ എന്ന യുവാവ്. ആ യുവാവാണ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. ചില ഇലക്ട്രീഷ്യൻ ജോലി, അതിനൊപ്പം ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് ഈ യുവാവ് കൊല്ലപ്പെട്ടത് എന്ന് സൂരജ് കുമാറിന്റെ വീട്ടുകാർ, കുടുംബം ആരോപിക്കുന്നു. ആകാശ് എന്ന ആളാണ് അത് ചെയ്തത് എന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. എന്നാൽ ആകാശ് ഒറ്റയ്ക്കല്ല അത് ചെയ്തതെന്നും കൊന്നതെന്നും ഈ സൂരജിന്റെ അമ്മ പറയുന്നു.
എന്നാലും ആ മൃതദേഹത്തിൽ ദേഹമാസകലം കുത്തേറ്റ പാടുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ മൃതദേഹം കണ്ടെത്തുന്നത്. അത്താഴത്തിന് ശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സൂരജിനെ കാണാതായതോടുകൂടിയാണ് വീട്ടുകാർ വീടിന് പുറത്തെത്തി പരിശോധന തുടങ്ങിയത്. അപ്പോഴാണ് മരിച്ച നിലയിൽ ആ മൃതദേഹം കണ്ടെത്തിയതെന്ന് അവന്റെ അമ്മ. क्या दुश्मनी है नहीं है दुश्मनी हम क्या जाने। तो घर से बुला करके ले गया 12 साढ़े 12 में जैसे कि आप तो रात के सुतल से 4 से 12 बजे तक जाकर जब तक नहीं आता था जब तक नींद नहीं पड़ता था। पहला नींद पड़ा ना तिगरे में रह गए। अब फिर बच्चा एगो हमार बेटा छोटा इसको तो कुछ नहीं है। मेरा बुद्धि की आने वाला ये बेटा था। क्या चीज से मारा है? इसको भोग भोग के मारा है चक्कू से। സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സൂരജിന്റെ മരണം സംഭവിച്ചു എന്നാണ് പോലീസിന്റെയും സ്ഥിരീകരണം. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും പിടികൂടാനുള്ള തെരച്ചിൽ അത് ഊർജിതമാണെന്നും DCP ശിവശങ്കർ കുമാർ പറയുന്നു. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാരണം അത് പോലീസിനും ഇതുവരെ വ്യക്തത കിട്ടിയിട്ടില്ല. दिनांक 28/7/26 को खाजेकला थाना क्षेत्र में छोटी बाजार करके जगह है, यहाँ पर एक लड़का है सूरज कुमार। वो रात्रि में घर से खाना खाकर लगभग 1 बजे आसपास घर से बाहर टहल रहा था रोड पर। उसी क्रम में उसी हम उम्र का एक लड़का है आकाश कुमार, उसके द्वारा चाकू से मारकर उसकी हत्या कर दी गई है। तो हम लोग उसी गिरफ्तारी के लिए लगातार प्रयास कर रहे हैं, बहुत जल्दी उसको गिरफ्तार कर लिया जाएगा। परिजन द्वारा स्पष्ट रूप से कुछ कारण नहीं बताया जा रहा, परंतु हम लोग अनुसंधान और पूछताछ में हम लोग भी और भी सूत्र से जानकारी प्राप्त कर रहे हैं कि इसके बैकग्राउंड में क्या कारण से इनकी हत्या की गई है। हम लोग जब सारी बिंदुओं एक साथ प्रकाश में जाएगी तो हम लोग आपको सत्य कर देंगे। बिल्कुल जो हत्यारा है उसको चिन्हित भी कर लिया गया है और हम लोग उसके बहुत जल्दी उसकी गिरफ्तारी कर लीजिए। हम लोग कई जगह छापामारी भी कर रहे हैं, जल्दी उसको गिरफ्तार कर लिया जाएगा। वर्तमान में जो शव है वो NMCH में है, वो जल्दी उसका पोस्टमार्टम किया जा रहा है। हम लोग पोस्टमार्टम रिपोर्ट का भी अवलोकन करेंगे और जो अभियुक्त है उसकी गिरफ्तारी जल्दी कर लेंगे। മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി നടന്ന മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫോറൻസിക് സംഘവും തെളിവുകൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ, ആ പരിസരത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധനയും അന്വേഷണവും ഒക്കെ. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. കാരണം പ്രതിയെ തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഇവർ ഏറെക്കുറെ സമപ്രായക്കാരുമാണ്. ഇപ്പോൾ 20th അവറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ വീണ്ടും നാളെ ഇതേ സമയം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.